നമസ്തേ. സപ്തമസ്കന്ധം, നാരായണീയം, ദശകം 24. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പൗത്രിപ്രവര വപുഷാ ദേവഭവദാ ഹതശോകക്രോധഗ്ലപിത ധൃതിരേതസ്യ സഹജാ ഹിരണ്യപ്രാരംഭകശിപോ അമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കിലവദാർത്ഥം മധുരിഭോ. ഭാഗവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭഗവാന്റെ നരസിംഹാവതാരത്തോടനുബന്ധിച്ച കാര്യങ്ങളാണ് ഈ 2 ദശകങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത്. ശ്ലോകം 1 പറയുന്നത്, ദേവമുരരിപോ പൗത്രിപ്രവര വപുഷാഭവത. ഭഗവാനെ മുരാന്തക അങ്ങ് വരാഹാവതാരം സ്വീകരിച്ച് ഹിരണ്യാക്ഷേ ഹതേ, ഹിരണ്യാക്ഷനെ വധിച്ചു. ഏതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപു, അവൻ്റെ സഹോദരനായ ഹിരണ്യ എന്ന ശബ്ദം കൊണ്ട് ആരംഭിച്ച് കശിപു എന്ന ശബ്ദത്താൽ അവസാനിക്കുന്നവൻ ഹിരണ്യകശിപു. ശോക ക്രോധ ഗ്ലപിതധൃതി, ദുഃഖം ക്രോധം എന്നിവ കൊണ്ട് മനഃശാന്തി നശിച്ചവനായി. അമരാരാതി സദസിതപദാർത്ഥം പ്രതിജ്ഞാം ആദേന കില, അസുരന്മാരുടെ സദസ്സിൽ വെച്ച് അങ്ങയെ വധിക്കുവാൻ സത്യം ചെയ്തു അത്രേ. ഇവിടെ കശിപുവിൻ്റെ ചരിത്രം വിശദീകരിക്കുക. അതിനു മുമ്പേ ഹിരണ്യാക്ഷനെ വധിച്ച കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വരാഹാവതാരം സ്വീകരിച്ച് ഹിരണ്യകശിപുവിൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ചു. ആ സഹോദരനെ വധിച്ചതിലുള്ള ദേഷ്യം അത് പകയായി മാറി മഹാവിഷ്ണുവിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഹിരണ്യകശിപു. ഭൂമിയെ തട്ടിയെടുത്ത് സമുദ്രത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരുന്ന ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി നിഗ്രഹിച്ച് ഭൂമിയെ സ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. സഹോദരനെ വധിച്ച വാർത്ത കേട്ടതു മുതൽ വിഷ്ണുവിനോട് അടങ്ങാത്ത വിരോധം ഹിരണ്യകശിപു മനസ്സിൽ കൊണ്ടു നടന്നു. മാത്രമല്ല, ഒരിക്കൽ അസുരന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് വിഷ്ണുവിനെ താൻ വധിക്കുമെന്ന് ഹിരണ്യകശിപു സത്യം ചെയ്തു. ഹിരണ്യം എന്ന ശബ്ദത്തിന് സ്വർണ്ണാഭരണം, സ്വർണ്ണനാണയം തുടങ്ങിയ അർത്ഥം നിരുക്തകോശത്തിൽ പറയും. കശിപു എന്നാൽ വസ്ത്രം, ഗമ തുടങ്ങിയവ എന്നാണ് അർത്ഥം. സ്വർണ്ണനാണയങ്ങളെ ഗമയാക്കിയവൻ അഥവാ സ്വർണത്താൽ അഹങ്കരിക്കുന്നവൻ എന്നർത്ഥമാണ് ഹിരണ്യകശിപു എന്ന പേരിൽ നിന്ന് ലഭിക്കുന്നത്. ഹിരൺമയം കശിപുഹു യസ്യ സ ഹിരണ്യ കശിപു എന്ന് നിരുക്തകോശത്തിൽ പറയുന്നു. സ്വർണ്ണമയമായ വസ്ത്രത്തോടു കൂടിയവനാരോ അവൻ ഹിരണ്യകശിപു. അതങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ പേരിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് പറയുകയാണ്. അടുത്തത് ശ്ലോകം 2. വിദാതാരം ഘോരം സകലു തപസ്സിത്വാനജിരദഃ പുരസാക്ഷാത് കുർവൻ സുരനരമൃഗാതിരനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവനായകമിദം പരിച്ഛുന്ദന്നിദ്രാന്നഹരദ ദിവം ത്വാം മഗണയൻ. സഖലു ഘോരം തപസിത്വ, ഹിരണ്യകശിപു കഠിനമായി തപസ് ചെയ്ത് ന ചിരതഃ വിധാതാരം പുരഃ സാക്ഷാത് കുറുവൻ, വേഗത്തിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. സുരനരമൃഗാദ്യൈ അനിധനം വര ലബ്ധ്വ, ദേവന്മാർ, മനുഷ്യർ, പക്ഷിമൃഗാദികൾ എന്നിവർ കാരണമായി മരണം സംഭവിക്കരുതെന്ന വരം നേടി. ദൃപ്തഃ ഇഹം ത്വാം അഗണയൻ, അഹങ്കാരിയായി മാറിയ അവൻ ലോകത്തിൽ അങ്ങയെപ്പോലും പരിഗണിക്കാതെ ഭവന്നായകം ഇതം ജഗത് പരിക്ഷുന്ദൻ ഇന്ദ്രാദിവം മഹരത, അങ്ങ് നായകനായി പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദേവേന്ദ്രനിൽ നിന്ന് സ്വർഗലോകത്തെ സ്വന്തമാക്കി. ഹിരണ്യകശിപു തൻ്റെ ഘോര തപസ്സിനാൽ ബ്രഹ്മാവിനെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുത്തി. അസുരന്മാരുടെ തപസ് വളരെ ശക്തമായതാണ്. അവരെപ്പോലെ മറ്റുള്ളവർക്ക് തപസ് ചെയ്യാൻ വിഷമമാണ് എന്നാണ് പുരാണങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതറ്റം വരെ പോകാനും അസുരന്മാർ കാര്യസാധ്യത്തിനായിട്ട് കൊടും തപസ് ആചരിക്കും. അങ്ങനെയാണ് സംഭവങ്ങൾ പറയും. ഇവിടെ ഹിരണ്യകശിപു ഘോര തപസ് ചെയ്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവ് വേഗം പ്രത്യക്ഷപ്പെടുത്തും. തന്നെ ദേവന്മാരോ മനുഷ്യരോ പക്ഷിമൃഗാദികളോ വധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടി.
മഹാഭാഗവതത്തിൽ ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് ചോദിച്ചു നേടിയ വരങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സപ്തമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ അത് വിശദീകരിക്കുന്നുമുണ്ട്. ഭവനത്തിൻ്റെ അകത്തും പുറത്തും വെച്ച് തന്നെ വധിക്കരുത്, അതാണ് 1-ാമത്തെ വരം ചോദിച്ചത്. പകൽ സമയത്തും രാത്രി സമയത്തും തന്നെ വധിക്കരുത്. 2-ാമത്തത്, അങ്ങ് സൃഷ്ടിച്ചവയിൽ നിന്നോ പ്രജാപതികൾ സൃഷ്ടിച്ചവയിൽ നിന്നോ തനിക്ക് മരണമുണ്ടാകരുത്. ഭൂമിയിലും ആകാശത്തിലും, അതായത് അന്തരീക്ഷത്തിലും വെച്ച് വധിക്കപ്പെടരുത്. ആയുധങ്ങൾ കൊണ്ട് വധിക്കപ്പെടരുത് എന്നീ വരങ്ങളാണ് അസുരന് ലഭിച്ചത്. വരം നേടി തനിക്ക് മരണമില്ലെന്ന അഹങ്കാരത്തോടെ മഹാവിഷ്ണുവിനെതിരായ അസുരൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രപഞ്ചവാസികളെ ഭീഷണിപ്പെടുത്തി തൻ്റെ വരുതിയിലാക്കി. ദേവേന്ദ്രനിൽ നിന്ന് സ്വർഗലോകത്തെ പിടിച്ചടക്കി. അഹങ്കാരമാണ് ആരെയും നശിപ്പിക്കുന്ന വികാരം എന്ന സത്യം ഹിരണ്യകശിപുവിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പുരാണത്തിലുള്ള ഓരോ പ്രത്യേക സ്വഭാവമുള്ളവരെ പറ്റി താല്പര്യത്തോടെ നമ്മൾ കഥ പോലെ കേട്ടാൽ മാത്രം പോരാ, എന്തുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തികൾ പിന്നീട് വധിക്കപ്പെടുന്നു, അപ്പോൾ അവിടെ എന്താണ് സ്വഭാവ ദോഷം വന്നിരിക്കുന്നത്? ഇവിടെ അഹങ്കാരമാണ്. മനുഷ്യന് അഹങ്കാരം വർദ്ധിച്ചാൽ നാശം തുടങ്ങി എന്നാണ് അതിൻ്റെ ലക്ഷണം. ഒരാളുടെ അധപ്പതനത്തിന് കാരണമാകുന്നത് അവൻ്റെ അഹങ്കാരമാണ്. അത് വർദ്ധിക്കും തോറും അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് ശ്ലോകം 3. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോ ബഹിദൃഷ്ടേ അന്തർദദിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ വിയായാദം മത്വാ സകലോ ജിതകാശീ നിവവൃതേ. ഭൂയഃ ത്വാം നിഹന്തും തവ പദം അവാപ്തസ്യ. പിന്നീട് അങ്ങയെ വധിക്കുവാനായി വൈകുണ്ഠലോകത്തിൽ അസുരൻ എത്തിച്ചേർന്നു. രിവോ ഹൃദയേ സൂക്ഷ്മവപുഷ ബഹിർദൃഷ്ടേ അന്തർദധീത ച. ശത്രുവിൻ്റെ ഹൃദയത്തിലേക്ക് സൂക്ഷ്മരൂപനായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തവനായി അങ്ങ് അപ്രത്യക്ഷനായി. സഹാഖലുഭിയ യാദം മത്വ. വൈകുണ്ഠലോകത്തിൽ അങ്ങയെ കാണാത്തതിനാൽ അങ്ങ് അവനെ ഭയന്ന് ഓടിപ്പോയി എന്ന് അസുരൻ വിചാരിച്ചു. ഉച്ചൈ നദൻ തത്ര അഖില ഭുവനാന്തേജ മൃഗയൻ ജിതകാശി നിവവൃതേ. ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലും മറ്റു ലോകങ്ങളിലും അന്വേഷിച്ച് താൻ വിജയിച്ചു എന്ന ദുരഭിമാനത്തോടെ തൻ്റെ ലോകത്തിലേക്ക് മടങ്ങി. ബ്രഹ്മാവിൽ നിന്ന് ഈ 5 വരങ്ങളും സ്വീകരിച്ച് അവിടെ ഹിരണ്യകശിപു ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ വരം എനിക്ക് ലഭിച്ചതുകൊണ്ട് എനിക്ക് മരണമില്ല, അതുകൊണ്ട് ആരോട് വേണമെങ്കിലും എനിക്ക് എതിർക്കാൻ സാധിക്കും, മഹാവിഷ്ണുവിനോടും സാധിക്കും എന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് പിന്നീട് അവൻ്റെ ജീവിതം എന്നാ പറയുന്നത്. വരസിദ്ധി നേടി ഭഗവാനെ വധിക്കുവാനായി വൈകുണ്ഠലോകത്തിലേക്ക് നേരെ ചെന്നത് വൈകുണ്ഠത്തിലാണ്. മഹാവിഷ്ണുവിനെ തട്ടിക്കളയണം എന്നുള്ള ഉദ്ദേശത്തിന്. പക്ഷെ അവിടെ നോക്കിയിട്ട് മഹാവിഷ്ണുവിനെ കാണുന്നില്ല. സർവവ്യാപിയായ ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ അപ്രത്യക്ഷനായി. പുറത്തിങ്ങനെ നോക്കുകയാണ് ഹിരണ്യകശിപു മഹാവിഷ്ണുവിനെ. പക്ഷെ ഭഗവാൻ എന്തെന്ന് വെച്ചാൽ സൂക്ഷ്മരൂപിയായിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരുന്ന് ഇയാളെ ഈ നോട്ടം ഇതൊക്കെ നോക്കി ആസ്വദിക്കുകയാണ്. ഞാൻ തൻ്റെ ഉള്ളിലുണ്ടല്ലോ, തനിക്ക് അജ്ഞാനം കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഈ പുറത്ത് നോക്കി എവിടെ നോക്കിയാൽ എന്നെ കാണില്ല എന്ന ആ ഒരു കാര്യം അവിടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ്. വൈകുണ്ഠലോകത്തിൽ ഭഗവാനെ കാണാത്തത് കൊണ്ട് അസുരൻ വിചാരിച്ചത് വിഷ്ണു തന്നെ പേടിച്ച് ഓടിപ്പോയി എന്നാണ്. അപ്പോൾ വൈകുണ്ഠലോകം മുഴുവനും തിരഞ്ഞിട്ടും മഹാവിഷ്ണു കാണാതെ വന്നപ്പോൾ അയാൾ പേടിച്ച് ഓടിപ്പോയി. എന്നാലും ഞാൻ എവിടെയാണെങ്കിലും കണ്ടെത്തി മഹാവിഷ്ണു വധിക്കും എന്നൊന്നുകൂടി ഉറപ്പിക്കുക. ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് മറ്റ് ലോകങ്ങളിലെല്ലാം ചെന്ന് വിഷ്ണുവിനെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. തൻ്റെ ദൗത്യം വിജയിച്ചതായി സങ്കല്പിച്ച് ഹിരണ്യകശിപു അസുരലോകത്തേക്ക് പോയി. ഇവിടെ വേറൊരു തത്വം കൂടി നമ്മൾ മനസ്സിലാക്കണം. സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും അദൃശ്യനായി വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ എങ്ങനെയാണ് അസുരൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുക? തൻ്റെ ഉള്ളിലും ഭഗവത് സാന്നിധ്യമുണ്ടെന്ന സത്യം അജ്ഞാനിയും അഹങ്കാരിയുമായ ഹിരണ്യകശിപു മനസ്സിലാക്കിയില്ല. അജ്ഞാനമാണ് ഹിരണ്യകശിപുവിനെ ഓരോ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരു മുറിയിനുള്ളിൽ ആരും കാണാതെ
തെറ്റ് ചെയ്യുന്ന സമയത്ത് ആരും കാണുന്നില്ലല്ലോ എന്ന് ധൈര്യത്തോടെ ചെയ്യുന്നുണ്ടോ? പക്ഷേ ആ ചുമരിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഭഗവാൻ. മാത്രമല്ല നമ്മുടെ ഉള്ളിലും ഉണ്ടല്ലോ. എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉള്ളിൽ നിന്ന് നോക്കുന്നു. ആ അന്തരീക്ഷത്തിലുണ്ട്. സൂക്ഷ്മ രൂപിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില കേസിനൊക്കെ തുമ്പുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. കുറേ കാലം ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ മറന്നുപോയി എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ആ കർമ്മങ്ങൾ, ആ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തൊക്കെ ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മുഴുവനും ആ വീഡിയോയിലെടുത്ത പോലെയുണ്ട് ഭഗവാന്റെ മനസ്സിൽ. മറ്റൊരവസരം വരുമ്പോൾ അത് മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാലികമായ കാര്യങ്ങൾ ആലോചിച്ചാൽ ഈ തത്വം എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ശ്ലോകം 4. തദോസ്യ പ്രഹ്ലാദസമജനി സുതോ ഗർഭവസദോ മുനെ വീണാപാണേ അധിഗത ഭവൽഭക്തമഹിമാ സർവൈ ജാത്യാ ദൈത്യശിശു അഭിസമേത്യ ത്വയിരതിം ഗതസ്തുൽഭക്താനാം വരദ പരമദാ പരമോദാഹരണതാം. വരദഃ തതഃ അസ്യ വരദാനൈകമൂർത്തേ ഈ ഹിരണ്യകശുവിന് ഗർഭവസതോ വീണാപാണേ മുനേഹേ അധിഗത ഭവദ്ഭക്തി മഹിമ. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ വീണാധരനായ നാരദ മഹർഷിയിൽ നിന്ന് അങ്ങയുടെ ഭക്തി മഹാത്മ്യം നന്നായി മനസ്സിലാക്കിയ പ്രഹ്ലാദഃ സുതഃ സമജനി പ്രഹ്ലാദൻ എന്ന മകൻ ജനിച്ചു. സഹ വൈജാത്യ ദൈത്യ ശിശു അഭി. അവനാകട്ടെ ജന്മന അസുരനും ശിശുവുമാണെങ്കിലും ത്വയിരതിം സമേത്യ ത്വദ്ഭക്താനാം പരമോദാഹരണതാം ഗത. അങ്ങനെയുള്ള ഭക്തി സമ്പാദിച്ച് അങ്ങയുടെ ഭക്തന്മാർക്ക് മുഖ്യ മാതൃകയായി. ഇവിടെ ഹിരണ്യകശുവിന് ഒരു മകൻ ജനിക്കുകയാണ്. പക്ഷെ ആ ജനനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഇതിൽ പറയുന്നു. പത്നി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷി അവിടെ ചെന്ന് ഭഗവാന്റെ കഥകളും ഭഗവാൻ ചെയ്ത കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദൻ മൂളി കേട്ടു എന്നാണ് പറയുന്നത്. അവിടെ ആ ഗർഭിണിയായ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയ്ക്കാണ് ഉപദേശം കൊടുത്തതെങ്കിലും അവർ കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് ഉറക്കത്തിലായി. പക്ഷേ നാരദ മഹർഷി പറയുന്നത് മുഴുവനും ആ ഗർഭസ്ഥ ശിശു കേട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആണ് പ്രഹ്ലാദൻ്റെ ജനനം എന്ന് കൂടി പറയുന്നത്. അതാണ് ഗർഭിണികൾ ഈ പുരാണപാരായണം കേൾക്കണം. അത് അവർക്കല്ലെങ്കിലും അവരുടെ കുട്ടിക്കെങ്കിലും അതിൻ്റെ ഗുണം ലഭിക്കും എന്ന ഒരു വിശ്വാസം ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഹിരണ്യകശുവിൻ്റെ പത്നി ഗർഭിണിയായിരിക്കുമ്പോൾ നാരദ മഹർഷി അവർക്ക് തത്വജ്ഞാനോപദേശം നൽകി. പക്ഷേ ക്ഷീണിതനായ അസുരപത്നിക്ക് നാരദ മഹർഷിയുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദൻ ശ്രദ്ധാപൂർവം നാരദോപദേശങ്ങൾ ശ്രമിച്ചു. ഭഗവത് ഭക്തി ജന്മനാൽ പ്രഹ്ലാദന് ലഭിക്കുവാനുള്ള കാരണം ഇതാണ്. അസുരൻ്റെ മകനാണെങ്കിലും അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭഗവാന്റെ സൽക്കഥാശ്രവണം ലഭിക്കുകയാൽ പ്രഹ്ലാദൻ സത്വഗുണപ്രധാനനായിട്ട് മാറി. അസുരകുലത്തിലാണ് ജനിച്ചതെങ്കിലും ഭഗവാന്റെ കഥകൾ കേട്ട് സാത്വിക സ്വഭാവത്തോടുകൂടിയ ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ ഭക്തിയും വിനയവും പ്രഹ്ലാദനിൽ സഹജമായിരുന്നു. ഭഗവത് ഭക്തന്മാർക്ക് പ്രഹ്ലാദൻ അങ്ങനെ മുഖ്യ മാതൃകയായി മാറി. വായിച്ചു. ശ്ലോകം 5. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ടാ ദുഷ്ടാത്മാ ഗുരുഭിരശി ശിക്ഷച്ചിരമമം ഗുരുപ്രോക്തം ജാസാവിധമിദം അഭദ്രായ ദൃഢമേ അഭാകുർവൻ സർവം തവ ചരണ ഭക്തൈവ വവൃതേ. ദുഷ്ടാത്മാ സ സുരാരിണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ ദൃഷ്ട. അസുരന്മാരാൽ പരിഹാസ്യനായ തൻ്റെ മകൻ്റെ ഭഗവാനോടുള്ള ദാസ്യഭാവം കണ്ട് ദുഷ്ടനായ ഹിരണ്യകശിപു അമും ചിരം ഗുരുഭിഹി പ്രഹ്ലാദനെ വളരെ കാലം ഗുരുനാഥന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. അസൗജ ഗുരുപ്രോക്തം സർവം. പ്രഹ്ലാദൻ ഗുരുവചനങ്ങളെല്ലാം ഇതം അഭദ്രായ ദൃഢം ഇതം ഇതി അപാകുറുവൻ അമംഗളത്തെ നൽകുന്നതാണ് തീർച്ച എന്ന് ചിന്തിച്ച് നിരാകരിച്ചു.
തവ ചരണഭക്തിയ ഏവ വൃദ്ധേ, അങ്ങയുടെ തൃപ്പാദഭക്തിയുടെ പ്രഹ്ലാദൻ വളർന്നു വന്നു. എപ്പോഴും തൻ്റെ മകൻ്റെ പ്രാർത്ഥന മഹാവിഷ്ണുവോടാണ് എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി. ആ കുട്ടി ചെറുപ്പകാലത്ത് തന്നെ സ്വഭാവം കണ്ട് അച്ഛന് മനസ്സിലായി ഇതെങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടായി എന്നുള്ളതാണ്. എൻ്റെ ശത്രുവിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. അതാണല്ലോ ഹിരണ്യകശിപുവിൻ്റെ ശത്രുവാണല്ലോ മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെയാണ് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു മനോവിഷമം ഹിരണ്യകശിപുവിനുണ്ടാക്കി. തൻ്റെ മകൻ്റെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് അസുരന്മാരെല്ലാം പരിഹസിച്ചു. അസുരന്മാർ വിഷ്ണു വിരോധികളായിട്ടാണ് അറിയപ്പെട്ടു വരുന്നത്. പക്ഷെ അവരിലും പ്രഹ്ലാദൻ, മഹാബലി തുടങ്ങിയ അസുരന്മാർ വിഷ്ണുഭക്തന്മാരാണ്. തൻ്റെ ചിന്തക്കനുസരിച്ചല്ല മകൻ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശിപു തൻ്റെ വഴിക്ക് മകനെ ചിന്തിപ്പിക്കുവാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകുവാൻ പ്രത്യേക ഗുരുനാഥന്മാരെ ഏൽപ്പിച്ചു. പ്രഹ്ലാദൻ ഗുരുനാഥന്മാരെല്ലാം പഠിപ്പിക്കുന്നത് അമംഗളകരമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെ തിരസ്കരിച്ചു. ഭഗവാന്റെ തൃപ്പാദഭക്തിയോട് പ്രഹ്ലാദൻ വളർന്നു. തൻ്റെ വഴിക്ക് ചിന്തിക്കാനായിട്ട് ചില പ്രത്യേക ഗുരുക്കന്മാരെ നിശ്ചയിച്ചു പ്രഹ്ലാദനെ പഠിപ്പിക്കാനായിട്ട് ഹിരണ്യകശിപു. പക്ഷേ അതൊക്കെ ഇങ്ങനെ മൂടി കേൾക്കുന്നല്ലാതെ അതൊന്നും ഉൾക്കൊണ്ടില്ല പ്രഹ്ലാദൻ. അതൊക്കെ തെറ്റാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞ് അത് മനസ്സിൽ നിന്ന് ദൂരീകരിച്ചു. ആ സമയത്തും നാരായണ എന്നുള്ള നാമമല്ലാതെ പ്രഹ്ലാദൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നില്ല എന്നാണ്. അത് വളരെ ശ്രദ്ധിക്കണം. പ്രഹ്ലാദൻ്റെ സ്വഭാവത്തെ വളരെ മനോഹരമായി ഭട്ടതിരിപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു യുക്തിവാദിയാണ് ഹിരണ്യകശിപു, ഈശ്വരവിശ്വാസിയല്ല. പക്ഷേ ആ ഈശ്വരവിശ്വാസിയല്ലാത്ത ഹിരണ്യകശിപുവിൻ്റെ മകൻ എങ്ങനെ ഇത്രയും ദൃഢമായ ഭക്തി ഉണ്ടായി എന്നുള്ളതാണ്. അത് ആ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ, അത് മാത്രമല്ല പൂർവ്വജന്മ സുഹൃതത്താലുമൊക്കെയാണ് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. നമസ്തേ.